കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോനായുടെ പുസ്തകം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏലിയാവിനെ കുറിച്ച് യാക്കോബ് എഴുതിയിരിക്കുകയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അതെഴുതിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഏലിയാവ് എന്തോ ഒരു അമാനുഷികനാണ്. യോനയുടെ വിഷയത്തിൽ അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അദ്ദേഹം നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ തെക്കോട്ട് പോകും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ സഭയിൽ വന്നില്ലെങ്കിൽ അവർ നശിച്ചു പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഈ മനുഷ്യനും ആഗ്രഹിക്കും. ഈ മനുഷ്യൻ വളരെ ശ്രേഷ്ഠനായൊരു മനുഷ്യൻ. കർത്താവ് ഈ മനുഷ്യനെ സ്നേഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇദ്ദേഹത്തെ താനുമായിട്ട് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പ്രവചന പുസ്തകമാണെങ്കിലും ഇദ്ദേഹം ദൈവസന്നിധിയിൽ വിലയേറിയവനാണ്. ഒരു സ്ഥലത്ത് ഒരു വിടുതൽ നടക്കണം, ജനങ്ങൾ മാനസാന്തരപ്പെടണം. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയിട്ട് നറുക്കിടുന്നത് ഈ മനുഷ്യനാണ്. കാരണം ഇവൻ പോയ പണി നടക്കും. ഏത് മാനസാന്തരപ്പെടാതെ ഏത് കുഴഞ്ഞ കേസും ഈ മനുഷ്യൻ പോയി പ്രാർത്ഥിച്ചാൽ പ്രസംഗിച്ചാൽ അവർ മാനസാന്തരപ്പെടും. പക്ഷേ ഇദ്ദേഹത്തിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇദ്ദേഹം പോയി പറയും, നിങ്ങൾ നശിച്ചു പോകും, മാനസാന്തരപ്പെടണം. അവരെ മാനസാന്തരപ്പെടും. അപ്പോൾ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, അവിടെയുള്ള എല്ലായിടത്തും നല്ലവരും ചെയ്തവരുണ്ടല്ലോ. സഭകളിൽ വരെ പരിഹാസികളുണ്ട്. അതുകൊണ്ടാണ് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് വാൺ ചെയ്യുന്നത്. അപ്പോൾ ചിലർ ഇദ്ദേഹത്തെ അങ്ങ് പരിഹസിക്കും. ഉപദേശി, നിങ്ങളുടെ ദൂത് ചീറ്റിപ്പോയി, ഞങ്ങളൊക്കെ നശിച്ചു പോകും. 17-ാം തീയതി ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ കൽപ്പിച്ചിട്ട് പോയതല്ലേ, ഇന്ന് 20-ാം തീയതി ആയി, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഇത് കേട്ട് ഈ മനുഷ്യൻ മടുത്തു. അത് കാരണം ഈ മനുഷ്യൻ ദൈവം പറഞ്ഞ വഴിക്ക് പോകാതെ ഒളിച്ചോടി. ദൈവം ഇദ്ദേഹത്തെ തിരിച്ചു വരുത്തി. നമുക്കറിയാം, ഒരു ദൂത് കൊടുത്തു. ഈ ദൂത് ആ മനുഷ്യൻ അവിടെ പോയി പറഞ്ഞു. അവർ മാനസാന്തരപ്പെട്ടു. അതാ അത്ഭുതം. രാജാവ് ഉൾപ്പെടെ മാനസാന്തരപ്പെട്ടു. കള്ളുകൂടി നിർത്തി, തെറ്റായ മാർഗങ്ങളെല്ലാം നിർത്തി, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. ഉപവാസം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഉപവാസം ഇറങ്ങി നടന്നിട്ടില്ല. മൃഗങ്ങൾക്ക് വരെ ഫുഡ് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഈ മൃഗങ്ങൾക്ക് ഫുഡ് കൊടുത്തില്ലെങ്കിലോ എന്ത് നിലവിളിയായിരിക്കും. ആടും പശുവും കാളയൊക്കെ ഇടന്നങ്ങ് അമറുകയായിരിക്കും. എന്ന് പറഞ്ഞാൽ ദേശത്ത് നിന്ന് ഇപ്പോൾ ഉടേരുന്ന ശബ്ദം നിലവിളിയാണ്. ആ സ്വർഗത്തിൽ കേട്ടു. ദൈവം നോക്കി. ഇവന്മാരുടെ മാനസാന്തരം പ്രവൃത്തികളാൽ ഇവന്മാർ കാണിച്ചതുകൊണ്ട് കർത്താവ് അങ്ങ് ക്ഷമിച്ചു. യോന അപ്പച്ചന് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇദ്ദേഹം പറഞ്ഞത്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വന്ന് ദൂത് പറയും, അവർ മാനസാന്തരപ്പെടും, ഞാൻ മണ്ടനായി. അപ്പോഴാണ് കർത്താവ് ഇത് പറയുന്നത്. യോനയെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ അവന് തണലിന് വേണ്ടി ഒരു വൃക്ഷത്തെ മുളപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു പുഴുവിനെ അയച്ച വൃക്ഷത്തെ കുത്തിക്കളഞ്ഞു, ഇല്ലാതാക്കി. അങ്ങനെ ഒരു ഡ്രാമാറ്റിക്കായിട്ട് ഒരു കാര്യം ഇദ്ദേഹത്തെ പഠിപ്പിച്ചിട്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണിത്. ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ഈ മനുഷ്യരെക്കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നണ്ടേ എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയെന്ന് ഇവർക്ക് അറിഞ്ഞില്ലെന്നേ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അവർ സഭയിൽ വരണം, അവർ മാനസാന്തരപ്പെടണം, അവർ സ്വർഗത്തിൽ പോകണം. അവൻ്റെ ബിസിനസ് പൊളിയുമ്പോൾ നമ്മൾ സന്തോഷിക്കുക ഉണ്ട്. അങ്ങനെയെങ്കിലും അവൻ പള്ളി വരുമല്ലോ. അവന് രോഗം വരുമ്പോൾ നമ്മൾ അവൻ്റെക്ക് സഹതപിക്കാൻ പോകുമ്പോൾ ഉള്ളിൽ നമ്മുടെ കണക്കൂട്ടൽ എന്താണ്? ഇങ്ങനെയെങ്കിലും ഇവനെ നമുക്ക് വെളിയിലോട്ട് കൊണ്ടുവരാമല്ലോ. കർത്താവ് പറഞ്ഞാൽ അതല്ല മാർഗം, അതല്ല യേശുവിൻ്റെ വഴി. യേശുവിൻ്റെക്ക് വന്ന ആൾക്കാരെ അവൻ സൗഖ്യമാക്കി വിട്ടു. വൈകുന്നേരം പള്ളി വരണം പറഞ്ഞില്ല. അവൻ ആ ഒരു കമ്പാഷൻ ഉണ്ടായിരുന്നു, മനുഷ്യരോട് കമ്പാഷൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ലേഖനങ്ങളിലൂടെ പറഞ്ഞു, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവിൽ കിടക്കുന്നവരെ, നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകയാൽ രോഗമനുഭവിക്കുന്നവരെ, കഷ്ടമനുഭവിക്കുന്നവരെ. ജയിലിൽ ഒത്തിരി പേര് കിടപ്പുണ്ട്, ആശുപത്രിയിൽ ഒത്തിരി പേരുണ്ട്, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. കണ്ടു ചിരിക്കാനല്ല, ആ മാർഗത്തെ യൂട്ടിലൈസ് ചെയ്യാം എന്നൊരു ബിസിനസ് മൈൻഡിനുമല്ല.
ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളാകണം. അതൊരു ആത്മീയ പ്രമോഷനാണ്. നിങ്ങൾ ആത്മീയ പക്വത പ്രാപിച്ചെങ്കിൽ, നമ്മൾ ആത്മീയ പക്വത പ്രാപിച്ചെങ്കിൽ കഷ്ടമനുഭവിക്കുന്നവരോട് ബിസിനസ് മൈൻഡിലല്ലാതൊരു കമ്പാഷൻ തോന്നും, മനസ്സലിവ് തോന്നും. അത് തോന്നണം. യേശുവിനുണ്ടായിരുന്നു. നമ്മളത് കാണിക്കണം. ജോസഫിനെ നോക്കിക്കേ. ജോസഫ് കാരാഗൃഹത്തിലായിരുന്നു. അവൻ്റെ അടുത്ത് 2 പേരുണ്ടായിരുന്നു. 2 പേരും ഒരേ രാത്രിയിൽ സ്വപ്നം കണ്ടു. ജോസഫ് അർത്ഥം പറഞ്ഞു. ഒരുത്തൻ്റെ അർത്ഥം എന്താണ്? നീ ഇന്നേക്ക് 3-ാം ദിവസം ഫറവോൻ്റെ ബർത്ത്ഡേ ആണ്, നീ അന്ന് നിൻ്റെ ജോലിയിൽ തിരികെ പ്രവേശിക്കും. രണ്ടാമത്തവനോട് പറയാണ്, അന്ന് നിൻ്റെ അന്ത്യദിനമായിരിക്കും. ഫറവോൻ്റെ ബർത്ത്ഡേ നിൻ്റെ ഡെത്ത് ഡേ. നിൻ്റെ തല വെട്ടി നിൻ്റെ ശരീരം കെട്ടിത്തൂക്കിടും. അത് ആകാശത്തിലെ പറവകൾ വന്ന് തിന്നും. ആ 3 ദിവസം മനുഷ്യൻ ഉറങ്ങി കാണത്തില്ല. ജോസഫ് സുഖമായിട്ട് കിടന്നുറങ്ങി. എന്താ കാര്യം? മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ തക്കവണ്ണം എനിക്കൊരു കൃപാവരം കിട്ടിയിരിക്കുന്നെന്നും പറഞ്ഞ് സന്തോഷമായിട്ട് ഈ മനുഷ്യൻ കിടന്നുറങ്ങി. ജീവിച്ചിരിക്കുമെന്ന് ദൂത് പറഞ്ഞ ആളോട് ജോസഫ് പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കാര്യം കൂടെ ഒന്ന് പറയണം. ഫറവോനോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ ശുശ്രൂഷയുണ്ട്, നിനക്ക് ഭാവിയിൽ ഉപകാരപ്പെടും, എൻ്റെ കാര്യം എന്ന് പറയണമെന്ന് പറഞ്ഞു. അയാൾ മറന്നുപോയതല്ല, ദൈവം അങ്ങ് മറച്ചു വെച്ചു. 2 വർഷം കഴിഞ്ഞു ഫറവോൻ സ്വപ്നം കണ്ടു. അപ്പോൾ മറ്റവനെ ഓർത്തു, ആളെ വിട്ടു. ഫറവോൻ പറഞ്ഞു, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു, നീ സ്വപ്നം വയ്ക്കാനൊക്കെ ഉള്ള കൃപാവരമൊക്കെ ഉള്ളൊരു മനുഷ്യനാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ഈ മനുഷ്യൻ പറയുക, കരഞ്ഞുകൊണ്ട് പറയുക, ഞാനല്ല എൻ്റെ ഫറവോനെ, ഞാനല്ല ഫറവോനെ, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരുത്തരം നൽകട്ടെ. കണ്ടോ, ഒന്ന് ഞാനല്ല, 2 ഈ സ്വപ്നം കിട്ടിയവന് ശുഭമായൊരുത്തരം കിട്ടട്ടെ. മനോഭാവം അറിയണ്ടോ? 40-ാമത്തെ വയസ്സിൽ മോശെ താൻ മുഖാന്തരം, ഞാൻ ഫറവോൻ്റെ കൊട്ടാരത്തിലാണ്, എനിക്ക് അധികാരമുണ്ട്, ഞാൻ മുഖാന്തരം എൻ്റെ ജനത്തെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഗൾഫിൽ പോയി, യൂറോപ്പിൽ പോയി, എൻ്റെ അക്കൗണ്ടിൽ കാശുണ്ട്, ഞാൻ മുഖാന്തരം ദൈവസഭയ്ക്ക് അനുഗ്രഹമാകും എന്ന് വിചാരിച്ചു. കർത്താവ് അങ്ങ് പൊളിച്ചു. അടുത്ത 40 വർഷം തകർന്ന മനുഷ്യൻ. 80-ാമത്തെ വയസ്സിൽ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, കർത്താവേ, കാര്യമെല്ലാം എനിക്കിഷ്ടപ്പെട്ടു, എന്നെ അയക്കുന്നതിൽ സന്തോഷമുണ്ട്, ഞാൻ ഇത് 40 വർഷം മുമ്പ് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങേക്ക് ബോധിച്ച ആരെങ്കിലും അയച്ചണേ. മനോഭാവം മാറി. കാര്യം നടന്നാൽ മതി, നാം വഴി തന്നെ വേണമെന്നില്ലെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിക്കും. പക്ഷെ എന്താ ഡിലേ ആകുന്നതെന്ന് വെച്ചാൽ, അകത്ത് വരേണ്ട മാറ്റം വരണം. ക്രിസ്തു എന്ന തലയോളം വളരണം. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലും ആയെന്ന് തോന്നിയാൽ ഓർത്തോണം നമ്മൾ സ്റ്റക്കായിപ്പോയി. അപ്പോൾ ദൈവത്തോട് ആലോചിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, വീണ്ടും ആ ഹഡിൽസ് എടുത്ത് മാറ്റിയിട്ട് മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ മുന്നോട്ട് വിളിക്കുന്നു. ദൈവം ഈ അന്ത്യകാലത്ത് ശക്തമായി നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവിക സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുവാൻ, ഒരു ഉപകരണമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കാൻ, മറ്റുള്ളവർക്ക് ആശ്വാസമാക്കുവാൻ. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് പ്രത്യാശ വരും, ആശ്വാസം വരും. അവർക്ക് മനസ്സിലാവും നിങ്ങൾ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുന്നെന്നും അവരോട് സഹതപിക്കുന്നെന്നും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. യേശുനാമത്തിൽ തന്നെ. ആമേൻ.